നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ കിലിയൻ എംബാപ്പെ പെനാൽറ്റി മിസ് ചെയ്തല്ലോ. ആ പെനാൽറ്റി മിസ് ചെയ്യാനുള്ള കാരണം എന്താണ്, അതിൽ ചില വസ്തുതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ കോച്ച് ദിദിയർ ദെഷാം രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എംബാപ്പയുടെ ആ പെനാൽറ്റി വളരെ വളരെ വീക്കായിട്ടുള്ളൊരു പൂവർ ഷോട്ടായിരുന്നു, നേരത്തിൽ തർക്കമേ ഇല്ല. യാസിം ബോനോയുടെ നിലവാരത്തിലുള്ളൊരു ഗോൾ കീപ്പർക്ക് വളരെ അനായാസം പിടിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെ അദ്ദേഹം ചെയ്തു. ഏതായാലും എംബാപ്പെ ഒരു പെനാൽറ്റി മിസ് ചെയ്തു, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇറ്റ്സ് ബീൻ ടഫ് എന്ന് പറയുന്നു കോച്ച്. പെനാൽറ്റി മിസ് ചെയ്തു, ശരിയാണ്. നമുക്ക് ലഭിക്കുന്ന എല്ലാ ചാൻസുകളും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കിലിയൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ദർ ഇസ് നോ പ്രോബ്ലം. അവൻ എന്തായാലും ഇത്തരം സന്ദർഭങ്ങളിൽ ഹെസിറ്റേറ്റ് ചെയ്യുന്ന ഒരാളല്ല. ഓൾറെഡി അവനൊരു ചാൻസ് ഗോൾ അടിക്കാനുണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും ഹീ ഈസ് ഗ്രേറ്റ്. സോ അവൻ ഗോളടിച്ചു. പിന്നീട് ഞങ്ങൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. റിക്കവർ ചെയ്യുക, അടുത്ത മത്സരത്തിന് വേണ്ടി റെഡിയാവുക, അതാണ് പ്രധാനമായും ഇനി ചെയ്യാനുള്ളത്. പിന്നെ ആ പെനാൽറ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവിടെ ഒരു ഡിലേ ഉണ്ടായിരുന്നു. വാറിൻ്റെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. 2 മിനിറ്റോളം വാർ വന്നല്ലോ. ആ ഫൗളും പെനാൽറ്റിയും ഒക്കെ റിവ്യൂ ചെയ്ത് വരുമ്പോൾ അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദി പെനാൽറ്റി, അതിൽ ദി ഇംപ്രഷൻ ദർ വാസ് എ വാർ റിവ്യൂ ദാറ്റ് ദി റഫറി കൺഫേംഡ് ആൻഡ് ദെൻ ദർ വാസ് അനദർ കോൾ ടു റിവ്യൂ ഫൗൾ. അപ്പം അതുകൊണ്ട് അവർ ഓൾമോസ്റ്റ് 2 മിനിറ്റോളം ഫുട്ടേജുകൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തു. അപ്പം എനിവേ ആ ഒരു ഡൗട്ട് അവിടെ ഉണ്ട്, അതൊരു പ്രശ്നമാണ്. ഈ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സമയമെടുത്തു. കിലിയൻ ഓൾറെഡി ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായിരുന്നു. അപ്പോൾ ഞാൻ അവനെ ഒരു എക്സ്ക്യൂസ് എന്ന രൂപത്തിൽ പറയുകയല്ല, പക്ഷെ ഒബ്വിയസ്ലി ഇറ്റ് വാസ് ഇൻ ആൻ ഈസി സിറ്റുവേഷൻ എന്നാണ് ഇപ്പോൾ ദിദിയർ ദെഷാം പറയുന്നത്. ചുരുക്കത്തിൽ കോച്ച് തൻ്റെ താരത്തെ പ്രൊട്ടക്റ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. ഒരു പെനാൽറ്റി മിസ് ചെയ്യുന്നുള്ളത് ഇത്ര വലിയ കാര്യമല്ല. പിന്നെ ആ ഒരു വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയമെടുപ്പാണ് ഒരു പ്രശ്നമായത് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള 3ാമത്തെ സെമി ഫൈനലിലേക്ക് ഫ്രാൻസ് എത്തുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം അഭിമാനത്തോടു കൂടി സംസാരിക്കുന്നു. 3ാമത്തെ തുടർച്ചയായ സെമി ഫൈനൽ തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടമാണ്. പക്ഷേ അത് വളരെ ലോജിക്കലായിട്ടും നേച്ചുറലായിട്ടും ഒക്കെ തോന്നും, ഞങ്ങളിത് അച്ചീവ് ചെയ്തു എന്ന് തോന്നും. പക്ഷെ ഒബ്വിയസ്ലി ഇത് എത്തണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി പ്ലേയേഴ്സ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇത്ര ദൂരം മുന്നോട്ട് വരാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ ചാമ്പ്യന്മാരായിട്ട് കൺസിഡർ ചെയ്യണം. ഇനി ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. സെമി ഫൈനൽ ഒരു ടഫ് മാച്ച് ആയിരിക്കും, അതിൽ സംശയമില്ല. 2018 ആരും ഞങ്ങൾ കിരീടം ചൂടുമെന്ന് പറഞ്ഞിരുന്നില്ല. 2022 നിലവിലെ ചാമ്പ്യന്മാർ റൗണ്ട് ഓഫ് 16 മറ്റോ ഒക്കെ നാട്ടിലേക്ക് മടങ്ങും എന്നും പലരും പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഫൈനലിലേക്ക് എത്തി. ഇനി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റാണ്. കാരണം എല്ലാവരും ഞങ്ങളെ ഇപ്പോൾ ഫേവറിറ്റ്സ് ആയിട്ടാണ് വെരി ഫസ്റ്റ് മാച്ച് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രൂപത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുകൂടി കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.